ഉമ്മ സ്കൂള് പൂട്ടി വെക്കേഷൻ ആയില്ലേ. എൻ്റെ ഫ്രണ്ട്സ് കുടുംബക്കാരെ വീട്ടിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും ഒക്കെ പോവാറുണ്ട്. നമുക്ക് മാത്രം എങ്ങോട്ടും പോവാല്ലോ ഉമ്മ. ഞായറാഴ്ച ഉമ്മ കുട്ടീനെ ബീച്ചിക്ക് കൊണ്ടുപോവാട്ടോ. ആ ടക്കുടൊക്കെ വലിയ കുട്ടിയായി ഉണ്ടാവൂല്ലേ. ടക്കുടനെ കാണാൻ പൂതിയാവുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയാലോ? ഉമ്മ എങ്ങനെ ഉണ്ണിയാ വരിക? ഇവിടെ ലീവ് എടുത്താലേ ഇവിടുത്തെ മാഡം പിറ്റേ ദിവസം വേറെ ജോലിക്കാരനെ വെക്കും. ഒരു കാര്യം ചെയ്യാ, ഉമ്മ മാമനെ വിളിക്ക, കുട്ടി മാമന്റെ ഒപ്പം പോയിക്കോളി. ഒരു 2 ദിവസം നിന്നിട്ട് വന്നാ മതി ട്ടാ. ആ ശരി. ഹലോ മോനെ, ഇത്താത്തയാണ്. ആ താത്ത പറയ്. 2 ആഴ്ചയാലും വിളിച്ചിട്ട് എന്നെ പോലെ നിങ്ങളും ബിസിയായാ? ഒന്ന് പോടാ. കുഞ്ഞാറ്റയ്ക്ക് സ്കൂള് പൂട്ടിക്കണേ. ഒക്കെ തക്കുടൂനൊക്കെ കാണാൻ പൂതിയാവുണ്ട് പറയുന്നുണ്ട്. ഇതൊന്ന് വന്നുകാണ്ട് അവളെ കൊണ്ടുപോവോ? കുഞ്ഞാറ്റ മാത്രമാക്കണ്ട, താത്തിയും കൂടെ വായോ. കുറെ ആയില്ലേ ഇവിടെ സിറ്റിയിലൊക്കെ വന്ന് നിന്നിട്ട്. എനിക്ക് ലീവ് കിട്ടൂലടാ. ഇജൊന്ന് വന്ന് അവളെ കൊണ്ടുപോയിക്കോ. സ്കൂള് പൂട്ടിയിട്ട് എവിടെയും പോവാനില്ലാന്ന് ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ടിരിക്കുകയാണ്. എനിക്കിപ്പോ സ്വന്തം എന്ന് പറയുകയല്ലേ ഉള്ളൂ. ഇതൊന്ന് വന്ന് കൊണ്ടുപോകും. എന്താ മാറ്റിയെന്നോളെ, ഒരു 5 മണിക്കൂർ ഡ്രൈവ്. ഞാൻ അപ്പത്തിന് അവിടെ എത്തും. ആരാ ഫോണില്? ഈ എങ്ങടാ? ആ പപ്പ വിളിച്ചിരുന്നു, എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. അല്ല ആരാ ഫോണില്? അത് കുഞ്ഞാറ്റടി. അവള് സ്കൂളൊക്കെ പൂട്ടിയല്ലേ, ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ കൺട്രി പെങ്ങളും അതിന്റെ കൊച്ചിനും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരൊന്നും കാണാത്ത പല സാധനങ്ങളും ഇവിടെ എൻ്റെ പപ്പ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ പെണ്ണ് വന്ന് തൊട്ടിട്ടും പിടിച്ചിട്ടും നശിപ്പിക്കും. പിന്നെ എൻ്റെയും പല സാധനങ്ങളുണ്ട്, അതൊക്കെ അടിച്ച് മാറ്റുകയും ചെയ്യും. എനിക്കിഷ്ടമല്ല നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്തവർ ഇവിടെ വന്ന് താമസിക്കുന്നത്. അതിന് നിങ്ങളുടെ പെങ്ങളായാലും ഉമ്മയാണെങ്കിലും. ഭക്ഷണമൊക്കെ കാണാത്ത പോലെ തീറ്റ. വിളിച്ച് പറയാൻ പറ്റില്ല എന്ന്. എന്നെ വെറുതെ ഭ്രാന്താക്കണ്ട നിങ്ങള്. ഹലോ താത്ത, ശരിയൊരു പ്രശ്നമുണ്ട്. കുഞ്ഞാറ്റ വരുമ്പോളേ ഡ്രസ്സൊന്നും എടുക്കണ്ട. ഇവിടെ ഒരു മാസം നിൽക്കട്ടെ, അതിനുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഒന്നും പാക്ക് ചെയ്യണ്ട കേട്ടാ. മോളോട് റെഡി ആയി നിൽക്കാൻ പറയും. അത് പുറത്തുള്ളവരല്ലേ, എന്റെ പെങ്ങളും മോളോട്. എന്റെ വാക്കിനൊരു വിലയില്ലേ നിങ്ങൾക്ക്? 2 മാസം കുഞ്ഞാറ്റ ഇവിടെ ഉണ്ടാവും. 2 മാസം ഞാൻ ലീവ് ആണ്. അടക്ക് പെറ്റെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പാക്ക് ചെയ്ത് പപ്പടെടുത്ത് പോയിക്കോട്ടെ.